ഹലോ ഗൈസ്, അപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ ന്യൂജേഴ്സിയിലുണ്ട്. ന്യൂജേഴ്സിയിൽ നിന്ന് ഞങ്ങൾ न्यूयॉर्क പോവാം. അപ്പം 3 डेस्टिनेशन ഇന്ന് കവർ ചെയ്യുന്നത്. सो गाइस, मैं अभी न्यू जर्सी में हूँ और न्यू जर्सी से मैं न्यूयॉर्क जा रहा हूँ और 3 डेस्टिनेशंस कवर कर रहा हूँ. पहला डेस्टिनेशन हम वर्ल्ड ट्रेड में जा रहे हैं, दूसरा है हमारा कौन सा दूसरा स्टैचू ऑफ लिबर्टी एंड तीसरा है टाइम स्क्वायर. तो तीनों में आपको मैं अपडेट करता रहूँगा. നമ്മൾ 3 സ്ഥലത്തോട്ട് പോകുന്നുണ്ട്: സ്റ്റാച്യു ഓഫ് ലിബർട്ടി, टाइम स्क्वायर एंड वर्ल्ड ट्रेड. सो सी यू देयर. गाइस, मैं आप लोगों को एक अमेजिंग चीज़ दिखाना चाहता हूँ, एक खूबसूरत चीज़ दिखाना चाहता हूँ. പ്രേക്ഷകരെ, നിങ്ങളെ ഞാനൊരു നല്ലൊരു സൗന്ദര്യമുള്ളൊരു സാധനവും ഒരു അമേസിങ് സാധനം നിങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് കണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷം വരും. നമ്മളുടെ ചോരയാണെങ്കിൽ എക്സ്ട്രാ സ്പീഡിൽ ഓടാൻ തുടങ്ങും. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് കാണുന്നുണ്ടോ? നമ്മുടെ ഇന്ത്യൻ फ्लैग, ये हमारा इंडियन फ्लैग है जो न्यू जर्सी में लहरा रहा है. सल्यूट टू इट. आई मीन, जय हिंद. तो ये काफ़ी प्राउड मूवमेंट है कि हमारा देश का फ्लैग यहाँ पे कुछ ही देशों के फ्लैग्स हैं वहाँ पे 4-5, उसमें से एक हमारा देश है. सो इट्स अ प्राउड मोमेंट फॉर अस. सो एनीवेज, तो हम अब आगे बढ़ते हैं. यहाँ से जो हमारा घर है, जहाँ पे हम हमारे फ्रेंड के यहाँ पे हैं, वहाँ से न्यूयॉर्क जाने के लिए हमें पाथ लेना पड़ता है. पाथ मतलब यहाँ मेट्रो को पाथ बोलते हैं. तो पाथ जो स्टेशन है वो यहाँ से सिर्फ വാക്കിംഗ് ഡിസ്റ്റൻസ് पे. അപ്പോൾ ഇനി നമ്മളാണെങ്കിൽ ഇവിടുന്ന് പാത്ത് എടുക്കാൻ പോവാം, പാത്ത് സ്റ്റേഷനിലോട്ട് പോവാം. പാത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ മെട്രോയാണ്. അത് നമ്മുടെ വീട്ടിൽ നിന്നൊരു വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ മെട്രോ എടുത്ത് നമ്മൾ ഇവിടുന്ന് ന്യൂയോർക്കിലോട്ട് പോകും. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു पाथ स्टेशन के പേര് ग्रोव स्ट्रीट स्टेशन. जो हमारे घर के पास जो पाथ स्टेशन है उसका नाम है ग्रोव स्ट्रीट स्टेशन. तो हम आप लोगों को दिखाएंगे कैसे टिकट्स लेते हैं, क्या प्रोसेस है हमें एक टिकट इഷ്യൂ कराने के लिए. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം. ഒരു മെഷീനുണ്ട്, അതുവഴിയാണ് നമുക്കാണെങ്കിൽ ഒരു മെട്രോ കാർഡ് ഇഷ്യൂ ആവുന്നത്. അപ്പം ആ കാർഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സ്റ്റേഷനിൽ നിന്ന് വേറൊരു സ്റ്റേഷനിൽ വരെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം ഒരു മിനിമം സ്റ്റേഷനിലോട്ട് പോയി വരാനാണെങ്കിൽ ഒരു സ്റ്റേഷനിൽ വേറൊരു സ്റ്റേഷനിലോട്ട് $2.50 ഇവിടെ. അപ്പം ഇങ്ങനെ നമ്മൾ കാർഡ് ആരെങ്കിലും പുതിയ ആളുകൾ വരുവാണെങ്കിൽ അവർക്കൊരു ഹെൽപ്പായിരിക്കും. അവർ മെട്രോ പിടിച്ചിങ്ങനെ കറങ്ങിയാൽ മതി, ടാക്സി ഒന്നും വേണ്ട, ഒരു മെട്രോയിൽ നിന്ന് വേറെ മെട്രോ. അപ്പം ഇങ്ങനെ ഒരു മെഷീൻ കാണും അവിടെ, അത് വന്നിട്ട് അവർ കാർഡ് ഇഷ്യൂ ചെയ്യുക. अब ये ध्यान से देखिए कि यहाँ पे वर्ल्ड ट्रेड सेंटर जो दिखा रहा है, ये दिखा रहा है कि 2 मिनट में अभी ट्रेन पहुँच जाएगी. ഇവിടെ കാണിക്കുന്ന വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് എന്ന് കാണിക്കുന്നത്, 2 മിനിറ്റ് ട്രെയിൻ എത്തുമെന്നാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങളെ ഞാനത് കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന്. ഇപ്പം 2 മിനിറ്റ് എന്ന് കാണിക്കുന്നു. ഇത് ലൈവ്, ഇത് വീഡിയോ ഞാൻ എടുക്കുന്നതാണ്. അവിടെ കണ്ടോ, ഇപ്പം വേൾഡ് ട്രേഡ് സെൻറ്റർ 0 ആയതിൻ്റെ അർത്ഥം അവിടെ മെട്രോ വന്നു. അപ്പം അത് ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 0 ആയ ട്രെയിൻ അടുത്തെന്ന്. അപ്പം നമുക്കത് ട്രേസ് ചെയ്യാൻ പറ്റും അതനുസരിച്ച് എപ്പോഴാണ് പറഞ്ഞത്. നമ്മൾ മെട്രോയുടെ അകത്ത് കയറി. അപ്പം ഗായ്സ്, നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു വേൾഡ് ട്രേഡ് സെന്ററിൽ. വേൾഡ് ട്രേഡ് സെന്ററിൽ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരു മോളായിരിക്കും. ആ മോളിന്റെ പേര് ഓക്ലസ് മോൾ. गाइस, हम लोग पहुंच गए हैं वर्ल्ड ट्रेड सेंटर. और वर्ल्ड ट्रेड सेंटर से जैसे हम एंटर करते हैं, हम एक मॉल में एंटर करते हैं और उस मॉल का नाम है ऑक्लस मॉल. और वो बहुत ही फेमस मॉल है. उसका क्या स्ट्रक्चर है वो सब मैं आप लोगों को एक्सप्लेन करूँगा. ഇത് ഭയങ്കര ഫേമസ് മോളാണ് ഇവിടെ ന്യൂയോർക്കിൽ. അതിൻ്റെ സ്ട്രക്ചറിന് വലിയൊരു റീസൺ ഉണ്ട്, വലിയൊരു കാരണമുണ്ട് അത് ഇങ്ങനെ ഉണ്ടാക്കിയത്. അതിൻ്റെ എന്ത് സ്ട്രക്ചർ, അതിൻ്റെ കാരണം എന്തുവാ, അതിൻ്റെ ഈ കളർ എന്താ, ഇത് വെക്കാൻ, അതെല്ലാം ഞാൻ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം നമ്മൾ ഓക്ലസ് മോളിലോട്ട് വരിക. അപ്പം ഞാൻ മിക്കവാറും ഇപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം ലേറ്റ് ആവുന്ന ഫെറിക്ക് വേണ്ടി. അപ്പം നമ്മൾ ഫെറിക്ക് വേണ്ടി പോവാം ഇപ്പം ഡയറക്റ്റ് ഇവിടുന്ന്. അപ്പോൾ ഇവിടുത്തുള്ള കാര്യങ്ങൾ ഇന്ന് കാണത്തില്ല. तो आज हम लोग वर्ल्ड ट्रेड सेंटर नहीं घूमेंगे. आज हम लोग वर्ल्ड ट्रेड सेंटर से डायरेक्ट जा रहे हैं क्योंकि हमारे पास समय कम है. आज हम लोग को नहीं तो फेरी मिस हो जाएगा जो हमें स्टैच्यू ऑफ लिबर्टी देखने जाना है. तो നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഫെറിയിലിരുന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ മിസ്സാവും, അതോ ഇവിടെ ഇരുന്നാൽ. അപ്പം ഇന്നില്ല, പക്ഷെ ഞാൻ നാളത്തെ ട്രിപ്പിൽ പാർട്ട് 2 ഞാനാണെങ്കിൽ ഇതിനെപ്പറ്റി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. अब सो मैं पार्ट 2 में इसका रीज़न क्या है, इसका स्ट्रक्चर क्या है, मैं आप लोगों को बहुत अच्छे तरह से एक्सप्लेन करूँगा. अभी आप लोग देखिए इसका नज़ारा, कितना खूबसूरत मॉल है. അപ്പം നമ്മൾ ഇനിയും സ്റ്റാച്യു ഓഫ് ലിബർട്ടി വരെ എങ്ങനെ എത്തും? അത് എത്തുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ് നിൽക്കുന്നത്. ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നിൽക്കുന്നതിൽ നിന്ന് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെ ഒരു ബ്രോഡ്വേ ആൻഡ് കോട്ട്ലാൻഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഒരു പാത്ത് സ്റ്റേഷൻ ഉണ്ട്.
ആ പാസ് സ്റ്റേഷനിൽ നമ്മൾ പാത്ത് പിടിച്ച് നമ്മൾ ഇറങ്ങേണ്ടതെന്ന് വെച്ചാൽ സ്റ്റേറ്റ് സ്ട്രീറ്റ് ആൻഡ് വൈറ്റ് ഹാൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനുണ്ട്, ഒരു പാത്ത് സ്റ്റേഷൻ. അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ ഈ സ്റ്റാറ്റൻ ഐലൻഡ് ഫെറി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ നിന്നായിരിക്കും നമ്മൾ ഫെറി പിടിച്ച് स्टैचू ऑफ लिबर्टी लौट पहुँचे। तो दोस्तों मैं ये बता रहा था यहाँ से वर्ल्ड ट्रेड सेंटर से हम कैसे पहुँचेंगे स्टैचू ऑफ लिबर्टी तक, वो मैं बताना चाहता हूँ। तो जैसे हम ये वर्ल्ड ट्रेड सेंटर से निकलेंगे वैसे ही इसमें वॉकिंग डिस्टेंस पे एक आपको पाथ स्टेशन मिलेगा जिसका नाम है ब्रॉडवे एंड कॉटलैंड स्ट्रीट। यहाँ से हम पकड़ेंगे पाथ जो कि जाएगा स्टेट स्ट्रीट एंड वाइट हॉल स्ट्रीट के लिए। वहाँ जैसे ही उतरेंगे वॉकिंग डिस्टेंस पे ही आपको स्टैटन आइलैंड फेरी मिलेगा, जो फेरी आपको स्टैचू ऑफ लिबर्टी ले जाएगा। तो दोस्तों देख सकते हैं हम उतर गए हैं यहाँ पे स्टेशन में स्टेट स्ट्रीट और वाइट हॉल स्ट्रीट के। अब यहाँ का नज़ारा देखिए कितने खूबसूरत आर्किटेक्चर है। കൂട്ടുകാരെ നമ്മളിവിടെ ഇറങ്ങി ഇപ്പം സ്റ്റേറ്റ് സ്ട്രീറ്റിലും സ്റ്റേറ്റ്മാൻ സ്ട്രീറ്റിലും ഇവിടുത്തെ ബിൽഡിങ്സിൻ്റെ ആ സൗന്ദര്യം കണ്ടോ? ഇത് പഴയ ബിൽഡിങ്സാണ് ഇവിടുത്തെ. അപ്പം ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ നമുക്ക് ബോട്ട് പിടിക്കാനുള്ള സ്ഥലമെന്ന് വെച്ചാൽ. അപ്പം ഇവിടുന്ന് ഇച്ചിരി നടന്നങ്ങോട്ട് പോകണം, ഒരു 2 മിനിറ്റ് നടന്നാൽ മതി. അപ്പം നമുക്ക് മുമ്പോട്ട് നടക്കാം. അപ്പം നമ്മൾ നടക്കാൻ തുടങ്ങി. ആ നേരെ കാണുന്ന ആ ബിൽഡിംഗ് കണ്ട ഒരു ഗ്ലാസിൻ്റെ ബിൽഡിംഗ്, ഒത്തിരി വലിയല്ല, ഒരു ഗ്രീൻ കളർ ഗ്ലാസിൻ്റെ ഒരു ബിൽഡിംഗ്. अതാണ് നമ്മുടെ डेस्टिनेशन, അവിടെ നിന്ന് നമ്മൾക്ക് फेरी കിട്ടുന്നത്. इधर से जो ग्रीन कलर का बिल्डिंग दिख रहा है वहाँ से हम लोग को फेरी मिलेगा, तो वहाँ से हम लोग फेरी में चढ़ गए. അപ്പം താഴെ നമ്മൾ എത്തി സ്റ്റാറ്റൻ ഐലൻഡ് ഫെറിയിലോട്ട്. കാണാം, താഴെ എഴുതി വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. तो हम लोग पहुंच गए हैं स्टैटन आइलैंड फेरी यहाँ पे. तो वॉकिंग डिस्टेंस में था जो स्टेशन से उतरे तो, और अब हमें अंदर जाना है. तो देख रहे हैं आप लोग, चलते हैं हम लोग अंदर. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് കാണാം, ഇച്ചിരി അങ്ങോട്ട് പോയാൽ ഗ്ലാസ്സിൽ കൂടെ നമുക്ക് കാണാം ദൂരെ ഉള്ള സ്റ്റാച്യു ലിബർട്ടി നിൽക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. ദൂരെ നിന്ന് കാണാമല്ലോ നമുക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. അപ്പോൾ ഇത് കാണാനാണ് നമ്മൾ ഫെറി പിടിച്ച് പോകുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു പുള്ളിക്കാരനോട് നമുക്ക് ചോദിക്കും. Excuse me, sir. So this is Hudson River, right? Over there's the Hudson. This is New York Bay. Oh, so the this Upper Bay. Okay, and that is the Statue of Liberty. Over here's the East River. Okay. On the other side, that boat is going up the Hudson, but you really can't see So that. Hudson is towards the right. Right. This is the New York Bay. Yes. This is what I'm showing right now. And towards the left, East River. it's the East River. And this is the Statue of Liberty. Yes. And the Statue of Liberty is standing on the... Liberty Island. Okay, so it's standing on which river or which... In the Upper Bay, New York. It's New York Bay. Yes. Okay. So it's not standing on Hudson River. It's standing on New York Bay. Yes. Great. Thank you for the information. ഇവിടുത്തെ ലോക്കൽ ആളുകളോട് നമുക്ക് കുറേ संसारिचा नमक मनसलो. इधर के लोकल लोगों से हम लोग काफ़ी बात करेंगे, हम लोग को समझ में आएगा. एक जनरल परसेप्शन बना हुआ है कि जो स्टैचू ऑफ लिबर्टी वो ഹഡ്സൺ റിവർ ഇപ്പോൾ സ്റ്റാൻഡ് करता है. ഒരു ജനറൽ പെർസെപ്ഷൻ എല്ലാവർക്കും ഉണ്ട്. നമ്മളെല്ലാം കേട്ട് വരുന്ന ഹഡ്സൺ റിവറിലാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി നിൽക്കുന്നത്. പക്ഷെ അങ്ങനല്ല. അവർ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം പുള്ളിക്കാരനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഹഡ്സൺ റിവറിലല്ല, അത് ന്യൂയോർക്ക് ബേയിലാണ് നിൽക്കുന്നത്. ഹഡ്സൺ റിവർ റൈറ്റ് സൈഡിലാണ്, ഇത് न्यूयॉर्क बेल स्टैचू ऑफ लिबर्टी निकलने. അപ്പം जो वो इनका कहना है, जो लोकल का कहना है कि जो स्टैचू ऑफ लिबर्टी जो स्टैंड करता है वो न्यूयॉर्क बे में स्टैंड करता है. वो हडसन रिवर उसके राइट साइड में है, तो वो पानी बह के यहाँ आता, पर वो फिर हडसन रिवर नहीं रह जाता, वो न्यूयॉर्क बे बन जाता है. तो उनका कहने का ये मतलब है. तो बहुत अच्छी अच्छी चीज़ें हम लोग को जानकारी मिल रही है इसी के थ्रू. നമുക്ക് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ലോക്കലിനോട് സംസാരിക്കാനുള്ള
അത് ഇച്ചിരൂടെ നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ കിട്ടി. ഇനി നമ്മളിവിടെ ഫെരിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഫെരി വന്നതിന് ശേഷം നമ്മളതിൽ കയറും, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. अपन यहाँ सुपर एक्साइटेड है. तो मैं फेरी के लिए वेट कर रहा हूँ. फेरी आएगा तो मैं उसमें चढ़ूँगा. एक बड़ा बोट होता है, तो मैं सुपर एक्साइटेड हूँ. होप सो आप लोग भी हो. देखते हैं. और बाहर बहुत ठंड है, हवा चल रही है. വെളിയിൽ നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. എനിക്ക് ഇവിടുന്ന് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ പറ്റുന്നുണ്ട്. इधर से मैं स्टैचू ऑफ लिबर्टी देख पा रहा हूँ. तो आई डोंट केयर, मुझे मेरा फोकस स्टैचू ऑफ लिबर्टी पे अभी. आई एम सुपर एक्साइटेड. അപ്പം ഫെരി വന്നിരിക്കുന്നു. ഫെരി കയറാൻ പോവുക. ഞാൻ നടന്നുകൊണ്ടിരിക്കുക ഫെരിയിലോട്ട്. ഈ ഓറഞ്ച് കളറിൽ കാണുന്നതാണ് ഫെരി. അപ്പം फेरी आ गया दोस्तों. ये जो ऑरेंज कलर में दिख रहा है वही फेरी है. मैं चल रहा हूँ, आगे बढ़ रहा हूँ फेरी में जाने के लिए. तो अब उसके बाद हम अपना ट्रैवल आगे चालू रखेंगे. ഭീഡ് ഹേ അച്ചി കാസി. തെള്ളുണ്ട് നല്ലത്, പക്ഷേ അവർ സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് എല്ലാവരും സേഫ്റ്റി ആയിട്ടാണ് എല്ലാവരും നടക്കുന്നത്. സോ ലെറ്റ്സ് സീ. അപ്പം നമ്മൾ ഫെരിയുടെ അകത്ത് വന്നു കഴിഞ്ഞു. അപ്പം ഞാൻ ഇച്ചിരി വെളിയിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്, ഇച്ചിരി വെളിയേറി. അപ്പം बालकनी, ഇത് ഫെരിയുടെ ബാൽക്കനിയോ റെയിലിങ്ങോ എന്ത് വേണമെങ്കിലും നമ്മൾ പറയാം. तो मैं थोड़ा बाहर साइड में आके खड़ा होना चाहता हूँ, तो व्यू अच्छा मिलता है. इसको बालकनी बोलिए फेरी का या रेलिंग बोलिए. एंड दिस इज़ एन ऑसम एक्सपीरियंस गाइस. बहुत ही सुंदर नज़ारा है. आई मीन लिटरली मैं नहीं जानता कि आप इसको महसूस कर पा रहे हैं कि नहीं. बादलों को देखिए, स्टैचू ऑफ लिबर्टी को देखिए, चारों तरफ देखिए पानी है, और दूसरे तरफ देखेंगे तो ऊंची ऊंची इमारतें हैं जो कि आसमान को छूती हुई. ആൻഡ് ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസാണ്. ഐ മീൻ 4 സൈഡും ലൈക്ക് നമ്മൾക്ക് വെള്ളം കാണാൻ പറ്റുന്ന ദൂരെ നിന്നാണെങ്കിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, വലിയ വലിയ ആകാശം തൊടുന്ന ബിൽഡിങ്സ് കാണാൻ പറ്റുന്നു. It's an awesome place to visit, guys. Can you see this beautiful scenery? बहुत ही बढ़िया सीनरी है, बहुत ही बढ़िया जगह है विजिट करने के लिए. अടിപൊളി സ്ഥലമാണ് विजिट ചെയ്യാൻ വേണ്ടി. इधर വെളിയിൽ നിന്നുള്ള दृश्यम ये है बाहर से देखने के लिए. देखिए फेरी चल रहा है, इसी में हम लोग बैठे थे थोड़ी देर पहले. वो है स्टैचू ऑफ लिबर्टी जो हम छोड़ आए हैं. ऑसम क्लाइमेट, बहुत ही बढ़िया क्लाइमेट है. ഒത്തിരി നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഇതാണ്, ഇത് ന്യൂജേഴ്സിയെ കാണിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാ ഹഡ്സൺ റിവറിൻ്റെ, അത് ന്യൂയോർക്ക്. അപ്പോൾ ഈ ഹഡ്സൺ റിവറെ ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ബേയുടെ ഭാഗത്താണ് ഇപ്പം, ന്യൂയോർക്ക് ബേ. तो हम लोग अभी न्यूयॉर्क बे में है. तो हडसन रिवर डिवाइड करता है न्यू जर्सी को. ये दिखाया मैंने जैसे एग्जैक्टली वैसे. അപ്പം ഗായ്സ് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ദിസ് ഈസ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഇതാ സ്റ്റാച്യു ഓഫ് ലിബർട്ടി. പക്ഷേ നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചത് ഇത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി നമ്മളെ അവിടെ കൊണ്ടുപോയി ഇറക്കി കാണിക്കുന്നത്. ഞാൻ തെറ്റ് ഫെരി പിടിച്ചു പോയി. ഇതിലല്ലായിരുന്നു കയറേണ്ടത്. അപ്പം गाइस मैं सोचा था स्टैचू ऑफ लिबर्टी को ले आके दिखाएगा, वो सब उधर जाके उतारेगा आइलैंड पे, लेकिन ये फेरी उतारेगा नहीं. ये यहाँ से दूर से ले जाके दिखाते हुए ले जाता है. तो मैं गलत फेरी पकड़ लिया, तो उसके लिए माफ़ करिएगा. तो पर हम ऐसे जाने नहीं दे सकते. अब तो हमें वो क्रूज़ पकड़ना ही है जो फेरी पे ये आइलैंड पे ले जाएगा, लिबर्टी आइलैंड पे ले जाएगा हमें. तो हम वहाँ जाएंगे. तो നമ്മൾ ആ ഐലൻഡിൽ തീർച്ചയായിട്ടും പോകും. അപ്പം ഞാൻ ക്രൂസിൻ്റെ ടിക്കറ്റൊക്കെ എടുക്കണം. അപ്പം ഞാൻ ഈ ഫെറി തിരിച്ചെന്നെ
ന്യൂയോർക്കിൽ ലാൻഡ് ചെയ്യിപ്പിക്കുമ്പം ഞാനാണെങ്കിൽ टिकट बुक ചെയ്തിട്ട് നമുക്കിനി അടുത്ത ക്രൂസിൽ കയറാം ഓക്കെ फिर हम लोग टिकट लेके अगला क्रूज में चढ़ेंगे और देखेंगे ഒരു പ്രോബ്ലം ഉണ്ട് ലാസ്റ്റ് ക്രൂസ് പോയി കഴിഞ്ഞാൽ ഐലൻഡിലേക്ക് പോകണ്ടേ അപ്പം നമുക്കിനി ക്രൂസ് എന്തായാലും കിട്ടത്തില്ല लास्ट क्रूज जो आइलैंड में जाता है लिबर्टी आइलैंड जो स्टैचू ऑफ लिबर्टी देखने के लिए वो जा चुका अब नहीं मिलेगा अब लेकिन हम टाइम स्क्वायर जाना अभी हम लोग चलते अब टाइम स्क्वायर यहाँ से सीधे और कल इसका हम रखेंगे पार्ट 2 में स्टैचू ऑफ लिबर्टी जाएंगे और ഇപ്പം നമുക്ക് ടൈം സ്ക്വയറിലേക്ക് പോകാൻ സമയമായി അപ്പം നമ്മൾ ഇനി നേരെ ടൈം സ്ക്വയറിലേക്ക് വിടാൻ എന്താണെന്ന് വെച്ചാൽ ഇരുട്ടി തുടങ്ങി അപ്പം രാത്രി ആ ടൈം സ്ക്വയർ കാണണ്ടേ വിത്ത് लाइट्स അപ്പം रात में टाइम स्क्वायर देखने वाला चीज़ है लाइट्स जो हैं देखने वाले तो अब हम लोग टाइम स्क्वायर सीधे निकलते हैं और इसको पार्ट 2 में रखते हैं स्टैचू ऑफ लिबर्टी हम पार्ट 2 में देखेंगे सो गाइस ये है हम लोग का ब्रुकलिन ब्रिज ഇതാ നമ്മുടെ ബ്രൂക്ലിൻ ബ്രിഡ്ജ് കണ്ടോ അപ്പോൾ നമ്മൾ ന്യൂയോർക്ക് സിറ്റി അടുത്തുകൊണ്ടിരിക്കുന്നു कल हो ना हो में शाहरुख खान ने यहीं पे डांस किया था आप लोगों को याद होगा कल हो ना എന്നുള്ള ഒരു ഹിന്ദി മൂവി ഉണ്ട് അതിൽ ഷാറുഖ് ഖാൻ ഇവിടെ ഡാൻസ് ചെയ്ത് ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജിൽ ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പം ഇവിടുന്ന് സ്റ്റാറ്റൻ ഫെറി ഐലാൻഡിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇതപ്പോൾ ന്യൂയോർക്കിൽ തന്നെ അപ്പോൾ ഇവിടെ ഒരു സ്റ്റേഷനുണ്ട് സൗത്ത് ഫെറിയിൽ നിന്ന് നമ്മൾ ട്രെയിൻ പിടിക്കേണ്ട മെട്രോ പിടിക്കേണ്ട നമ്മുടെ टाइम स्क्वायरिലേക്ക് പോകാൻ വേണ്ടിയിട്ട് हेलो फ्रेंड्स मैं अभी स्टैटन आइलैंड फेरी से निकला हूँ और यहाँ से मुझे साउथ फेरी स्टेशन है ये मेट्रो स्टेशन है यहाँ पे पाथ बोलते हैं उसको सो यहाँ से निकल के मुझे 20 मिनट्स लगेगा टाइम स्क्वायर पहुँचने के लिए ഇവിടെ ഈ ട്രെയിനിനെ പറയുന്ന അല്ലെങ്കിൽ മെട്രോയിൽ പറയുന്ന പാത്ത് അപ്പോൾ ഇവിടുന്ന് എനിക്ക് 20 മിനിറ്റ് എടുക്കും ടൈം സ്ക്വയർ എത്താൻ വേണ്ടിയിട്ട് നമ്മളെത്തി ENY की कंपनी है ये अंडरस्टैंड यंग और हम आगे बढ़ रहे हैं टाइम स्क्वायर थोड़ा सा आगे है यहाँ पे नहीं है थोड़ा सा चल के हमें आगे जाना पड़ रहा है ये अमेजिंग प्लेस है ഇത് അണ്ടർസ്റ്റാൻഡ് യങ്ങിൻ്റെ കമ്പനി ആയത് ടൈം സ്ക്വയർ ഇച്ചിരിയുടെ മുമ്പോട്ട് നമുക്ക് നടന്നു പോകണം അവിടെ എത്തിയിട്ടില്ല ഇവിടെ അത് അടിപൊളി സ്ഥലം ഇവിടെ നടന്ന് കാണേണ്ട സ്ഥലങ്ങളാണ് ഇത് വണ്ടിയിലൊന്നും ഇവിടെ നിന്നും വന്ന് കാണല്ല ഒരിക്കലും നിങ്ങൾ വരുവാണെങ്കിലും പാത്ത് വഴി ട്രാവൽ ചെയ്യുക പാത്ത് എന്ന് പറഞ്ഞാൽ മെട്രോ എടുക്കുക മെട്രോയുടെ टिकट എടുക്കുക ഞാൻ കാണിച്ച പോലെ അങ്ങനെ ട്രാവൽ ചെയ്യുക आप लोग आएंगे भी तो मेट्रो के थ्रू ट्रैवल करिएगा गाड़ी लेकर ट्रैवल मत करिएगा वो आपको एक्सपीरियंस नहीं होगा जो आपको यहाँ पे करना है लोकल्स के साथ जिस हिसाब से समझ के अमेजिंग प्लेस है अमेजिंग ब्यूटीफुल मैं क्या ही बोलूँ इस जगह को पूरा जगमगाता हुआ एक कोना है पृथ्वी का ഒരു തിളങ്ങുന്ന ഒരു നമ്മുടെ ലോകത്തിൻ്റെ ഒരു കോർണർ തിളങ്ങുന്നൊരു ഭാഗമാണെന്ന് നമുക്ക് പറയാം ഇത് ബ്യൂട്ടിഫുൾ പ്ലേസ് ഞാൻ ഇതിനെത്ര ഇത് പറഞ്ഞാലും കുറവായിരിക്കും എത്ര ഞാൻ ഇതിനെ പുകഴ്ത്തി പറഞ്ഞാലും ഇത് കുറവായിരിക്കും നിങ്ങൾ വന്ന് കാണണ്ടേ ഇത് ഒന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ക്യാമറയിൽ എത്രമാത്രം ക്യാപ്ചർ ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നുണ്ടെന്ന് പക്ഷേ ഞാൻ കഴിവതും ശ്രമിക്കുന്നുണ്ട് അടിപൊളി സ്ഥലം എനിക്ക് അത്രയേ ഉള്ളൂ പറയാൻ ഐ മീൻ ഇതിനെ എനിക്ക് ബിയോണ്ട് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല ഇറ്റ്സ് ബിയോണ്ട് എക്സ്പ്രഷൻ അപ്പം इसको मैं एक्सप्रेस नहीं कर सकता इसको मैं व्याख्यात नहीं कर सकता ഇനി നമുക്ക് മുമ്പോട്ട് പോവാം ടൈം സ്ക്വയറിലേക്ക് നീങ്ങാം चलते अब टाइम स्क्वायर की तरफ हम लोग आगे बढ़ते हैं
देखते हैं, सिटी को घूमते घूमते चलते हैं। देखो भैया क्या देखा मैंने यहाँ पे, സൈക്കിൾ റിക്ഷ. ഓ കാണൂ കാണൂ കാണൂ, ഇവിടെ നമ്മുടെ സൈക്കിൾ റിക്ഷയുണ്ട്. Does this work on a battery? Oh, there's a battery. So you give a ride throughout this Times Square, In Manhattan local. and how much you charge for this? Usually, there's $4 per minute. Okay. But if you want this big time take, I give a flat price. Okay. So you paddle it or it's a motor? Without assistance. Oh, okay. That will give you assistance, Yes, this is. but still you have to paddle move it. pedal and Okay, it will ease your effort. Good. Great. Thank you so much. तो दोस्तों आप लोगों ने देखा यहाँ पे भी साइकिल रिक्शा है, लेकिन यहाँ पे एक मोटर फिट है. पैडल तो पैडल है, पैडल चलाते भी हैं, पर वो मोटर इनका काम आसान करता है, तो आराम से पैडल चलाते हैं, उनको कोई दिक्कत नहीं होता. small lithium battery. और इसमें एक छोटा सा लिथियम बैटरी लगा हुआ बोल रहे हैं. 6-7 hours. Smart. या और 6-7 आवर्स इसका Motor. മോട്ടോർ 6-7 hours ബാറ്ററി से चलता है. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊക്കെ സൈക്കിൾ റിക്ഷ ഉള്ള പോലുള്ള സൈക്കിൾ റിക്ഷയാണ്. അപ്പോൾ ഇതിലൊരു ചെറിയ ലീഥിയം ബാറ്ററി ഉണ്ട്, ഇതിൽ പാഡിലും ഉണ്ട്. പാഡിൽ പുള്ളിക്കാരൻ അടിക്കും, പക്ഷേ ആ മോട്ടർ പുള്ളിക്കാരനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. മീൻസ് ഒത്തിരി ഈസി ആയിട്ട് പാഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അടിപൊളിയാണ്. താങ്ക് യു സോ മച്ച് ബോസ്, ദാറ്റ്സ് എ ഗ്രേറ്റ് ന്യൂസ്. സോ ദിസ് വി ആർ ഓൾമോസ്റ്റ് നിയർ ടു ടൈംസ് സ്ക്വയർ. നമ്മൾ ഏകദേശം ടൈംസ് സ്ക്വയറിൻ്റെ അടുത്ത് എത്തുന്നു. നിങ്ങളെ ഞാൻ സൈക്കിൾ റിക്ഷ വരെ കാണിച്ചു, ന്യൂയോർക്ക് വരെ സൈക്കിൾ റിക്ഷ ഉണ്ട്, बट मोटराइज्ड साइकिल रिक्शा. तो आप लोगों को मैंने साइकिल रिक्शा तक दिखाया है. न्यूयॉर्क में भी साइकिल रिक्शा चलता है, मोटराइज्ड साइकिल रिक्शा. Hey guys, we are at Times Square.